ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഞങ്ങൾ ചോറ് കഴിക്കാൻ കിറങ്ങിയിരിക്കുകയാണ്. ക്ഷീണിച്ച് ബ്രേക്ക് കുടിക്കുമ്പോ ഞാൻ ആ ബ്രേക്കിന്റെ കൂടെ അങ്ങ് പോകും. റൂം കിട്ടി. റൂം ഉണ്ടായിരുന്നില്ല, ഏതോ ഒരു വൃത്തികെട്ട റൂം. കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, എന്നാലും വലിയ സുഖമില്ല. അതെ, റൂമില്ല. കൊറേന്ന് അന്വേഷിച്ചിട്ടാണ് ഇതെങ്കിലും കിട്ടിയത്. ഹായ് ഗൈസ്, ഹലോ. ഞങ്ങൾ റൂമിലാണ്. റൂം കിട്ടാതെ കഷ്ടപ്പെട്ട് നോക്കി റൂം കിട്ടി. ഞങ്ങളിവിടെ എന്താണ് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചേരം അത് കഴിഞ്ഞിട്ട് സാരി എടുത്ത് എടുക്കണമെന്നറിയില്ല, ഉടുക്കാം. വീഡിയോ നമ്മുടെ ചാനലിലുണ്ടാവും. ചിലപ്പോ നാളെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും വിശേഷങ്ങൾ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. കിറങ്ങിയിരിക്കുകയാണ് ക്ഷീണിച്ച്. ബ്രേക്ക് കുടിക്കുമ്പോ ഞാൻ ആ ബ്രേക്കിന്റെ കൂടെ അങ്ങ് പോകും. അപ്പൊ ഉറക്കത്തിലാവണയും ബ്രേക്ക് കുടിക്കും. ഇല്ല, പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിൽ അങ്ങനെ കൊക്കയിലേക്ക് വീണല്ലോ തോന്നൂല്ലേ, ഇങ്ങനെ വീഴാൻ. എന്റെ കൂട്ടത്തിലങ്ങ് അപ്പുറത്ത് എന്റെ ഓപ്പോസിറ്റ് ഒരു ചേട്ടൻ കണ്ടിട്ടുണ്ട്. ആ ചേട്ടൻ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ എന്റെ കൂടെ എനിക്ക് വെയിറ്റ് ഇല്ലാത്തോണ്ട് എന്റെ കൂടെ ഇങ്ങനെ ചേട്ടൻ അതേപോലെയാണ്. ആ ചേട്ടനെ കണ്ട് അതിശയിപ്പോയി. എന്നിട്ട് കുറച്ച് നേരം കണ്ണുറങ്ങാൻ എനിക്ക് പറ്റില്ല. എന്റെ അപ്പുറത്തുള്ള ചേട്ടൻ എന്നെ നോക്കി. ആ ചേട്ടന് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ലേ? നിങ്ങളൊക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങണമെന്നായിരിക്കും. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച്, ശരിക്കും ഉറങ്ങാൻ പറ്റില്ല, നല്ല ക്ഷീണമുണ്ട്. ശരിക്കും ഉറക്കാൻ ശരിയായില്ല. അതാണ് ഉറങ്ങിയ ഭാവിച്ച് എന്നെ ചവിട്ടിത്തള്ളി താഴെടാൻ നോക്കിയതല്ലേ. നവിക എന്നിട്ട് എന്റെ അടുത്ത് കിടത്തി, എന്നിട്ട് എന്നെ ചവിട്ടി താഴണം. ചേട്ടന്റെ കൂടെ അത് കഴിഞ്ഞിട്ട് താഴെ കിടത്തിയായിരുന്നു. എണീറ്റിരിക്കാൻ വേണ്ടിട്ട് ആ സാധനം പൊക്കി വെച്ച് താത്തി വെച്ചായിരുന്നു. അപ്പൊ വിൻഡോ സീറ്റ് കിട്ടണമായിരുന്നു. ആ മറ്റേ സീറ്റല്ലേ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ വേണി തീറ്റി പോയില്ലേ, തീറ്റി പോയി കഴിയുമ്പോൾ അവിടെ ആരും ഉണ്ടായില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞ എന്നോട് അവിടെ കിടന്നോളാം. പക്ഷെ ഞാൻ കിടന്നില്ല. ശരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളതില്ലേ, ആരും ബുക്ക് ചെയ്യും. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഞങ്ങൾ ചോറ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആയിട്ട് കഴിച്ചത്. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി കുളിച്ച് റെഡിയായിട്ടോ. ഞങ്ങൾ സാരിയാണ് എടുത്തത് കേട്ടോ. അപ്പം അതിന് എടുത്തതിൻ്റെ ഒരു സന്തോഷമൊക്കെ കാണണം. അത് കുളിച്ചിട്ട് മാറ്റിയിട്ടിട്ട് ശരിയായില്ല, അത് മാറ്റിയിട്ടിട്ട് തന്നെ ഒരു കോഡ് സെറ്റ് ഇട്ടിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിൽ ചെന്നപ്പോൾ പൂവ് വാങ്ങിച്ചു ദേവിക്ക് അവിടെ അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ അവിടെ നദിയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആ കാല് കഴുകാൻ വേണ്ടിയിട്ട് അകത്ത് പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ആ വെള്ളത്തിൽ കാല് കഴുകിയിട്ടത് സരയൂ നദിയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ആ നദിയിൽ നിന്ന് കാല് കഴുകി അവിടെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറാം. അപ്പോൾ രണ്ട് പശുക്കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ കഴുകി ഒന്ന് കയറുമ്പോൾ തന്നെ രണ്ട് പശുക്കുട്ടികളെ കാണാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയി
പൂവൊക്കെ കൊടുത്തു. കുറച്ച് ക്ലീനുണ്ടായിരുന്നു കേട്ടോ. അകത്ത് കുറച്ച് അവിടെ തൊഴുത്തൊക്കെ കുറച്ച് തൊഴുത്താനൊക്കെ ആ ടൈമിലാണ് അവിടെ പ്രസാദം കിട്ടുള്ളൂ. ലഡുവാട്ടോ, പ്രസാദം ലഡുവാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ ടൈമിലാണ് അകത്തൊന്നും ഇരിക്കാറുണ്ട്. ഞങ്ങൾ സമാധാനത്തോടെ അകത്തിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ പേരങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഓരോ ചടങ്ങ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ റൂമിലേക്ക് പോയിട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ വന്നു. ഇതാണ് കേട്ടോ ശരീരം. അതിന് പറയാൻ മാത്രമേ ഉള്ളൂ. വെള്ളമൊക്കെ കുറവാണ്. അവിടെ നിന്നുള്ള വെള്ളത്തിലാണ് കാലക്കെട്ട്. പിന്നെ അമ്പലത്തിൽ തൊഴുതു കേട്ടോ. അതൊന്നും കാണിക്കുന്നില്ലേ. അതായത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോന്നു. ബസ്സിൽ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ്സിൽ കയറിയാണ് ഇരിക്കുന്നത് കേട്ടോ. ബസ്സിൽ കയറിയിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി കുറച്ചൊന്നും നടക്കാനുണ്ട്. വീട്ടിലേക്കല്ല, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് വെയിലത്ത് പൊരിഞ്ഞ വെയിലതാ. കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ട്രെയിനിൽ റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇവര് റെസ്റ്റ് ചെയ്ത് ഇവര് ഉറക്കം കഴിഞ്ഞ് ഞാൻ അവിടെ നിക്കണായിരുന്നു വെറുതെ ഒറ്റക്ക്. ഉറക്കം വന്ന് തൂങ്ങി. ട്രെയിൻ വൈകിയതുകൊണ്ടാണ് നമുക്ക് കിട്ടണതല്ലേ. ഇപ്പൊ ടൈമൊക്കെ കഴിഞ്ഞ് എല്ലാം കാണുന്നുണ്ടല്ലേ. ട്രെയിൻ എത്ര മണിക്കൂർ ലേറ്റ് ആണെന്ന്? 2 മണിക്കൂർ ലേറ്റ്. അതുകൊണ്ടാണ് കിട്ടണത്, അല്ലെങ്കിൽ സമയം വൈകിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. ഇല്ലെന്ന് പോലും ചൂട് പിടിച്ചിട്ട് ആവശ്യമേ വെയിലൊക്കെ കൊണ്ടാകെ ടാനടിച്ച് ആവശ്യമേ. ട്രെയിൻ ലേറ്റ് ചെയ്ത് നോക്കി. എന്താണ് ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? ഇവരോടും കൂടി പറഞ്ഞു കൊടുത്തു എന്താണ് കുഞ്ഞുസിന് പറയാം. ആണോ? കുഞ്ഞുസിന് പറയാവുന്ന ആളാണല്ലേ. ഉള്ളു കാരണം ഡ്രസ്സ് കീറി. വഴിക്കൂടി പോണ മുള്ളും ചെടിയൊക്കെ പറിച്ചെടുക്കാൻ പറ്റി. ഡ്രസ്സ് പറിച്ചെടുത്തല്ല, പിന്നെ ആകർഷിച്ചത്. ഓ, വഴിയിൽ പുല്ലിന് പോലും ആകർഷിക്കണം. ശരിക്കും പറഞ്ഞതിന്റെ ആവശ്യമില്ല. ഇത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ ട്രെയിൻ നോക്കി നിൽക്കുകയാണ്. ട്രെയിൻ കിട്ടി, ട്രെയിൻ കയറി. നല്ല ക്ഷീണമായിരുന്നു. വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല. വീട്ടിൽ വന്നോട്ടെ. ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോ ആണ്.